ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എന്ന എപ്പിസോഡ്. ഇറ്റ്സ് മീ സോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൾ ഫോർവേഡിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് കോൾ ഫോർവേഡിങ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഇതറിയാമായിരിക്കും, എങ്കിലും ഇതറിയാത്തൊരു 10% ആളുകളെങ്കിലും നമുക്കിടയിൽ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോൾ ഫോർവേഡിങ്? കോൾ ഫോർവേഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റിലേക്ക് വരുന്ന എല്ലാ കോൾസുകളെയും മറ്റൊരു കോൺടാക്റ്റിലേക്ക് തിരിച്ചു വിടുന്നതിനെയാണ് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കോൾ ഫോർവേഡിംഗ് ഫെസിലിറ്റി എപ്പോഴാണ് നമുക്ക് ഉപയോഗപ്പെടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജ് തീർന്ന് ട്രാപ്പായി നിൽക്കുന്ന സമയത്ത്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് അറൗണ്ട് ഒരു 1% ഒക്കെയാണ് ഉള്ളതെന്ന് വയ്ക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ചാർജ് ചെയ്യുവാനോ അല്ലെങ്കിൽ ചാർജറോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി പോലും നമുക്കില്ല എന്ന് വയ്ക്കുക. അങ്ങനെയുള്ളൊരു ടൈമിൽ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല എന്നുള്ളൊരു മട്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോൺടാക്ട്സുകളെയും എല്ലാ കോൾസുകളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഫോണിലേക്ക് തിരിച്ചു വിടുന്നതിന് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് വിടുന്നതിനെയാണ് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നിങ്ങളുടെ ഫണ്ട്സൊക്കെ നിങ്ങളുടെ അടുക്കുണ്ടെങ്കിൽ അവരുടെ ഫോണിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ബായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിലേക്കോ നിങ്ങളുടെ ഫോണിൽ വരുന്ന കോളുകളെയൊക്കെ എന്ത് ചെയ്യാം, തിരിച്ചു വിടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയാണ് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ഫോണുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പല ആളുകൾക്കും ഇത് അറിയാമായിരിക്കും, എങ്കിലും ഇത് അറിയില്ലാത്ത പല ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോൾ ഫോർവേഡിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ കോൾ ഫോർവേഡിംഗ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് വരും. അതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ സെറ്റിംഗ്സുകൾ ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾക്കിവിടെ SIM 1 അതുപോലെ തന്നെ SIM 2 കാണാം. നമ്മുടെ ഫോണിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ 2 സ്ലോട്ടുകൾ ഉള്ളത് കൊണ്ട് 2 സിമ്മും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു സിം ഇവിടെ ഇട്ടിട്ടില്ല, ഒന്നാമത്തെ സിം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഒന്നാമത്തെ സിമ്മിലേക്ക് വരുന്ന കോളുകളെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, മറ്റൊരു സിമ്മിലേക്ക് ഫോർവേഡ് ചെയ്ത് വിടേണ്ടത്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ എൻ്റെ ഫോണിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സിമ്മിലേക്ക് വരുന്ന എല്ലാ കോൺടാക്റ്റുകളെയും ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു കോൺടാക്റ്റിലേക്ക് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. അതിനായിട്ട് ഞാനിവിടെ കോൾ ഫോർവേഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഡായി വരുന്നത് കാണാം. ഇവിടെ ടൈം എടുത്ത് മാത്രമേ ലോഡാവുകയുള്ളൂ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. 4 ഓപ്ഷൻസുകൾ ഇവിടെ കാണാം. അതിൽ നമുക്ക് വേണ്ടത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ്, ഓൾവേസ് ഫോർവേഡ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഫോർവേഡ് ടു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഏതൊരു സിമ്മിലേക്കാണോ ഫോർവേഡ് ചെയ്ത് വിടേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ഫോണിലേക്കാണോ ഫോർവേഡ് ചെയ്ത് വിടേണ്ടത്, ആ ഒരു ഫോണിൽ കിടക്കുന്ന സിമ്മിൻ്റെ കോൺടാക്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതിനായിട്ട് എൻ്റെ മറ്റൊരു ഫോണിൻ്റെ കോൺടാക്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം ഇവിടെ എന്ത് ചെയ്യുക, എനേബിൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലോഡായിട്ട് എന്ത് ചെയ്യും, ആ ഒരു കോൺടാക്റ്റിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ ഒരു കോൺടാക്റ്റിലേക്ക് എന്താണ്, കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ആയിക്കോളും. നമ്മുടെ സിമ്മിലേക്ക് വരുന്ന എല്ലാ കോൾസുകളും ആ ഒരു കോൺടാക്റ്റിലേക്കാണ് ഇപ്പോൾ ഫോർവേഡ് ആകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ സബ്ബായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ കോൺടാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയാമെങ്കിലും ഇത് അറിയില്ലാത്തവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും സെറ്റിങ്സിൽ കയറുക. ശേഷം എന്ത് ചെയ്യുക, ഇവിടെ കോൾ ഫോർവേഡിംഗ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ ഓൾവേസ് ഫോർവേഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ലോഡായി വന്നതിന് ശേഷം അവിടെ കൊടുക്കുക. ആ ഒരു നമ്പർ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ഓപ്ഷൻസുകൾ. അതെന്ത് ചെയ്യുക, ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ എന്താണ്, കോൾ ഫോർവേഡിംഗ് ഡിസേബിൾ ആയി. ഇനി നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോൺടാക്റ്റുകളും നമ്മുടെ ഫോണിലേക്ക് മാത്രമേ വരികയുള്ളൂ, മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ആവുകയില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.